നമസ്കാരം. ലീഗിന്റെ കോണിയിൽ ചവിട്ടി എഴുന്നേറ്റ കോൺഗ്രസ് അതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ മുഖ്യമന്ത്രി സ്ഥാനം നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ വലിയ തോതിലുള്ള തർക്കം അരങ്ങേറുകയാണ്. KC ആകണോ, അതോ VD ആകണോ, അതോ RC ആകണോ എന്നുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ട സന്ദർഭത്തിലാണ് മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ അത് KC വേണുഗോപാൽ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന ആവശ്യവും അദ്ദേഹം ഉൾപ്പെടുന്നവരുടെ പിന്തുണ, അതായത് ഏകദേശം 48-49 പേരുടെ പിന്തുണ KC വേണുഗോപാലിനാണ് എന്ന് അറിയിച്ച പശ്ചാത്തലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിന് VD സതീശനായേ മതിയാവൂ എന്നുള്ള നിർബന്ധം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അവർ വലിയ തോതിൽ പ്രചരണം നടത്തുന്നുണ്ട്. അത് യഥാർത്ഥ ലീഗല്ല, നടത്തിക്കൊണ്ടിരിക്കുന്നത് മൗദൂദിയും ജമാഅത്ത് ഇസ്ലാമിയാണ്. അതിനെ സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറയണ്ട, ഒരു ന്യായമായിട്ടുള്ള പ്രതികരണമാണ്. അതായത് ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം, ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയാണ്, മുഖ്യമന്ത്രി ആരാകണമെന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. അക്കാര്യത്തിൽ KC വേണുഗോപാൽ ആകട്ടെ ലീഗ് അക്കാര്യത്തിൽ അഭിപ്രായം പറയണ്ട എന്ന് പറഞ്ഞ ഉടനെ കോൺഗ്രസ് നേതാക്കന്മാരെ വരെ തെറി വിളിക്കാൻ ലീഗ് നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ലീഗ് അണികൾക്ക് വലിയ ആവേശമുണ്ടായിരിക്കുകയാണ്. അതേ നോക്കിയേ, ഫ്ലെക്സും കെട്ടിയുള്ള തെറിവിളിയാണ്. മലപ്പുറം കേന്ദ്രീകരിച്ച് കുഴൽനാടൻ പറഞ്ഞ് മണിക്കൂറുകൾക്കകം ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ലീഗ് അണികൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വഴി മാത്യു കുഴൽനാടന്റെ കുഴലൂത്ത് ലീഗിനോട് വേണ്ട എന്നാണ്. ഒന്ന് ആലോചിക്കുക, ജയിച്ച് 2ാമത്തെ ദിവസം ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ലീഗ് ഇടപെടണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണ് ദേ ഈ കണ്ട ദൃശ്യം. കണ്ടല്ലോ, എന്തൊരു നാണം കെട്ട ഇടപാടാണ് നോക്കണേ. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നയിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനകത്ത് ആര് മുഖ്യമന്ത്രി ആകണമെന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അതിനകത്തെ MLA-മാരിൽ ഭൂരിപക്ഷം ആർക്ക് പിന്തുണയുണ്ടോ അവരാണ് ആകേണ്ടത്. അക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കോൺഗ്രസിനില്ല. അതിലിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ VD വരട്ടെ എന്ന തരത്തിൽ വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അത് സതീശൻ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമി മൗദൂദികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ രീതിയിൽ അവർ വലിയ തോതിൽ പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുന്നത് കോൺഗ്രസിന്റെ പൊതു താല്പര്യത്തിന് എതിരായിട്ടാണ്. കാര്യം സതീശന്റെ ഏകാധിപത്യ സ്വഭാവത്തോടും സതീശന്റെ ധാർഷ്ട്യവും ധിക്കാരവും ആർക്ക്, മാപ്രകൾക്കും മൗദൂദികൾക്കും അതെല്ലാം സ്വീകാര്യമാണ്. പക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്ക് ആ രീതിയും ആ ശൈലിയും വേണ്ട എന്ന തീരുമാനമെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. ഞങ്ങൾ പറയും, നിങ്ങൾ കേട്ടോളണം എന്ന രീതിയിൽ ലീഗിന് തിട്ടൂരമിറക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ്. അതിനെതിരെ അഭിപ്രായം പറഞ്ഞാൽ ഇനി ആരായിരുന്നാലും കണ്ണപ്പൊടിക്കുന്ന തെറി വിളിക്കും, അല്ലെങ്കിൽ അവർക്കെതിരെ ലീഗ് അണികൾ ഫ്ലെക്സുമായി രംഗത്തിറങ്ങുമെന്നതിന്റെ സൂചനയാണ്. അതായത് കേരളത്തിൽ മൗദൂദികളും ജമാഅത്ത് ഇസ്ലാമികളും നടപ്പാക്കുന്ന പ്രോജക്റ്റിന് ലീഗ് ഒരു മറയാണ്. അതിന് നേതൃത്വമായി നിന്നത് സതീശനാണ്. കേരളത്തിൽ ഇപ്പോഴുണ്ടായ ആ ഒരു തരംഗത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഞങ്ങളാണ്. ഞങ്ങൾ ഈ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കിയതിന്റെ ഗുണമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വാല് പൊക്കണ്ട എന്ന തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ വരച്ച വരയിൽ നിർത്താൻ ലീഗ് അണികൾ തുടക്കത്തിൽ തന്നെ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ലീഗ് നേതൃത്വം സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ എന്ന അഭിപ്രായം, അദ്ദേഹത്തിന് MLA-മാരുടെ പിന്തുണ ഇല്ലാതിരുന്നിട്ടും അക്കാര്യത്തിൽ ലീഗിന് പ്രത്യേക താല്പര്യവും നിർബന്ധ ബുദ്ധിയും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം സതീശനിലൂടെ നടപ്പാക്കാം അല്ലെങ്കിൽ നടപ്പാക്കി കൊടുക്കാമെന്ന ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡീൽ അരങ്ങേറുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അതിന് എതിരായിട്ട് മാത്യു കുഴൽനാടൻ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖം എന്നുള്ള നിലയ്ക്ക് അഭിപ്രായം പറഞ്ഞപ്പോൾ ലീഗ് അണികൾ ഇങ്ങനെ പരസ്യമായിട്ട് ഫ്ലക്സ് കെട്ടി തെറിപ്പൂരം നടത്തുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ലീഗ് അണികളെ പേടിച്ച് ഇനിയിപ്പോ സ്വന്തം നിലയ്ക്ക് ഒരു അഭിപ്രായം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് ബോധ്യപ്പെടുകയാണ്.